ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഇറന്നു പോകേണ്ട ആവശ്യമൊന്നുമില്ല. അവരാണ് പറയുന്നത് അവർക്ക് ഈ തിരുവനന്തപുരം ജില്ലയിൽ 10 സീറ്റ് കിട്ടാൻ കാമരാജ് കോൺഗ്രസ് കൂടി വേണമെന്ന് പറയുന്നത്. നമുക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നും അങ്ങനെയില്ല, അങ്ങനെ താല്പര്യം പറഞ്ഞിട്ടുമില്ല, തർക്കിക്കാനും നമ്മളില്ല. കാമരാജ് കോൺഗ്രസ് എന്ന് പറഞ്ഞ ചെറിയ പാർട്ടി, UDF വലിയ പാർട്ടി തന്നെയാണ്. എല്ലാം അവർ കഥവടച്ചെങ്കിൽ താക്കോൽ അവരുടെ കയ്യിൽ വെച്ചോട്ട്. അല്ല, നമ്മള് ഒരു പ്രതീക്ഷ NDAയിൽ പരിഹരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. പരിഹരിച്ചില്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിലും അതിൽ കൂടുതലും ഒക്കെ സ്വതന്ത്രമായിട്ട് നമ്മൾ മത്സരിക്കും. അത് 4 മാസം, ഞാൻ പറഞ്ഞല്ലോ, 4 മാസങ്ങൾക്ക് മുമ്പേ VD സതീശനുമായിട്ട് സംസാരിച്ചു, KM മുരളീധരനുമായിട്ട് സംസാരിച്ചു. ഹരിപ്പാട് ഞാൻ പോയ സമയത്ത് അദ്ദേഹത്തിന്റെ അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോയപ്പോഴും ഞാൻ സംസാരിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായിട്ടും സംസാരിച്ചു. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ സംസാരിച്ച് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നൊരു ചർച്ച നടത്തി. നമ്മൾ പഞ്ചായത്ത് ഇലക്ഷന് അത് സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ മത്സരിച്ചില്ല. ഇതായിരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് വാർഡിൽ ജയിച്ചത് പൂർണ്ണമായിട്ട്. അവിടെ ഭാഗ്യത്തിന് BJPക്ക് വോട്ടില്ല, 60 വോട്ടേ ഉള്ളൂ. അവിടെ BJPക്ക് വോട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അവിടെ BJPക്ക് 400 വോട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അജി തോറ്റു പോകുമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സ്ഥിതികൾ വരുമ്പോൾ നമ്മൾ അഭിപ്രായം പറയുന്നു. ഏത് ഈ മനംമടുത്ത് പോർക്കളത്തിൽ നിന്ന് പിന്തിരിയലല്ല, മരണമാണ് നല്ലത്. പൊരുതിക്കൊണ്ട് തന്നെ ഇരിക്കും. ഞങ്ങളങ്ങനെ പുറകോട്ട് പോയില്ല. മനമൊന്നും അടുത്ത് ഇവര് കാണിക്കുന്ന ഇത് തിരുത്തപ്പെടാൻ വേണ്ടിയുള്ളതാണ്. അതിനകത്ത് തിരുത്തപ്പെടാനുള്ള ശക്തിയായിട്ട് നിൽക്കാൻ എനിക്ക് തന്റെ ഇടമുണ്ട്. ഞാൻ ഉറപ്പായിട്ട് തിരുത്തപ്പെടും. ഇത്തരത്തിൽ ഒതുക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളെല്ലാം ഒറ്റപ്പെടും. അത് തന്നെ, അതാണ് മരണമാണ് നല്ലതെന്ന് ഉറപ്പുക നീ സഹോദര എന്നാണ്. ഇത് മരണമൊന്നും നമുക്കുണ്ടാവില്ല. നിങ്ങൾ നോക്കോ, ഞങ്ങൾ മത്സരിക്കേണ്ടി വന്നാലും ഞങ്ങൾക്ക് അത്യാവശ്യം ശക്തിയും ആളും ബലമൊക്കെ നമുക്ക് കാണും. അല്ലെന്ന് യഥാർത്ഥത്തിൽ അന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പെഴുതി. അത് നിങ്ങളെല്ലാവരും എടുത്ത് എഴുതിയാണ്. BJP കടിഞ്ഞാണില്ലാത്ത കുതിര എന്ന ഹെഡിങ്ങോടുകൂടി. അത് വലിയ വാർത്തയായി. ഇതൊക്കെ ആയപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടോന്ന് ചോദിച്ചാൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞു തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ട്, ഞങ്ങൾക്കിങ്ങനെ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. കാര്യം ഞങ്ങൾ നേരത്തെ അവരെ കൂട്ടത്ത് ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ ഓഫീസിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വന്ന് ചർച്ച നടത്തിയിട്ടുണ്ടല്ലോ. ഈ രമേശ് ചെന്നിത്തലയും ശിവകുമാറുമായിട്ട് നമ്മുടെ ഓഫീസിൽ വന്ന് ചർച്ച നടത്തിയിട്ടുണ്ടല്ലോ. ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. ബലം അവർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. നമുക്ക് മാത്രമല്ലേ ഒന്നും കിട്ടാതെ ഉള്ളൂ. ഇല്ലല്ലോ, ഒരിക്കലും ഒരു ചാനലിൽ ഞാൻ പറഞ്ഞു അവരിങ്ങോട്ട് വന്നെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങോട്ട് പോയി എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെ? ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. ഞാൻ വലിഞ്ഞു കയറി അങ്ങോട്ട് പോയതാണ് എന്ന് ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാ ചാനലിലും വന്നിട്ടുണ്ട്. ഞാൻ പോയതാണ്. അല്ല, ഇങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ട്. ഒരു പക്ഷേ നമുക്ക് ഈ NDAയിൽ അതൃപ്തരാണ് എന്നാണ് കമ്മിറ്റി. ഇന്നും NDAയുമായിട്ട് അതൃപ്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇരിക്കുന്ന ജില്ലാ കമ്മിറ്റിയിൽ നല്ലൊരു ഭാഗം അതൃപ്തി തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾ ഇത് ശരിയാക്കി എടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. വിലപേശൽ എന്നുള്ള വാക്ക് നമ്മൾക്ക് ഒരിക്കലും വരും. നമുക്കെന്ത് വിലപേശൽ? നമുക്ക് കോൺഗ്രസിൽ പോകണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകും. ഞങ്ങൾ തീരുമാനിച്ചു. പക്ഷെ തീരുമാനിച്ചിട്ടില്ല. NDA വിടണമെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കും. NDA വിട്ടാൽ NDAക്കാളും വലിയ കക്ഷിയൊന്നുമില്ല കാമരാജ് കോൺഗ്രസ്. എന്നാൽ ആരെയും ജയിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ തോപ്പിക്കാൻ വിചാരിച്ചാൽ പറ്റും. അതിനുള്ള കഴിവ് നമുക്ക് ഈ പാർട്ടിക്കുണ്ട്. ജയിക്കാൻ ഒന്നിച്ച് സ്വതന്ത്രനായിട്ട് പറ്റൂല. പക്ഷേ 5000 4000 വോട്ടൊക്കെ പ്രതീക്ഷിച്ച് വിജയിക്കുന്ന വിചാരിക്കുന്ന ആളുകളൊക്കെ തോപ്പിക്കാനുള്ള കഴിവ് ഈ കാമരാജ് കോൺഗ്രസിനുണ്ട്. അല്ല, തീരുമാനം മാറ്റേണ്ടി വരും. നമ്മൾ അങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടില്ല. എന്തായാലും ഒരു മുന്നണിയിൽ എടുക്കുന്ന കാര്യമാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണ്ടേ? അത് മാത്രമല്ല, നിങ്ങളുടെ പത്രസമ്മേളനത്തിനും 2.5 മണിക്കൂറിന് മുമ്പ് ഞാൻ രമേശ് ചെന്നിത്തലയും ഈ പത്രസമ്മേളനം ഇന്നലല്ലേ നടന്ന, 2 ദിവസം മുമ്പേ നടന്ന ആ പത്രസമ്മേളനത്തിൽ 2 പേരെ നമ്പറിൽ ഞാൻ വിളിച്ചിട്ടുണ്ട്. അനൗൺസ് ചെയ്യരുത്. 3ാമത്തെ നമ്പർ 2 മണിക്കൂറിന് മുമ്പേ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഞാൻ വിളിച്ചു. അദ്ദേഹം എടുത്തു. ഫോൺ എടുത്തിട്ട് ഞാൻ പറഞ്ഞു, നമ്മൾ ഇതിൽ വലിച്ചഴക്കരുത്, ഞങ്ങളിതിൽ മുമ്പോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ മറ്റ് കക്ഷികളുടെ കൂട്ടത്ത് നമ്മളെയും പ്രഖ്യാപിക്കാൻ പോണെന്ന് 2 ചാനലിലുള്ള ആളുകൾ എന്നോട് വിളിച്ച് പറഞ്ഞിരിക്കുന്നു.
അത് ചെയ്യരുത്. ശരി, ഞാൻ ഇപ്പം തന്നെ അറിയിക്കാം. ഒന്ന് വി ഡി സതീശനെയും കൂടി ഒന്ന് വിളിക്കണം, പറയണമെന്ന് പറഞ്ഞാൽ വി ഡി സതീശനെ വിളിച്ചു, എടുത്തില്ല. രമേശ് ചെന്നിത്തല വിളിച്ചെടുത്തില്ല. ഇദ്ദേഹം എടുത്തു, അത് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അത് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് പത്രസമ്മേളനത്തിൽ നമ്മൾ കൂടി നിൽക്കാൻ വേണ്ടിയിട്ട് 3 കക്ഷികളെ പെടുത്തുന്നതിൽ കാമരാജ് കോൺഗ്രസിന്റെ വിഷ്ണുപുരം ചന്ദ്രശേഖരനൊക്കെ അപേക്ഷ കൊടുത്തു എന്ന് പറയണത്, അങ്ങനെ പറഞ്ഞത് ഒട്ടും യോജിപ്പല്ല. ഇന്ത്യ മഹാരാജ്യത്ത് എവിടെയെങ്കിലും ഒരു അപേക്ഷ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ചാനലിൽ എടുത്ത് കൊടുക്കട്ടെ, ഏതെങ്കിലും ഒരു ചാനലിൽ. ആ അല്ല, ഞങ്ങൾ സംസാരിച്ച് 4 മാസം അതിനുശേഷമല്ലേ ഞങ്ങൾ ഇലക്ഷൻ നേരിടുന്നത്, അതിനുശേഷമല്ലേ നമ്മൾ ജയിക്കുന്നത്. അത് അവർ തന്നെയാണ് ചിന്തിക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറയാത്ത കാര്യം, ഞാൻ ചർച്ച ചെയ്യാത്ത കാര്യം അല്ല. ഒരു മുന്നണിയാണെങ്കിൽ ഞങ്ങൾ പലയിടത്തും പോയിട്ട് NDAയിലും വന്നിട്ട് ഇങ്ങനെ നശിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു മുന്നണിയിൽ പോകണമെങ്കിൽ അതിന് ചർച്ചകൾ വേണ്ടേ? അവർ പറയട്ടെ എവിടെയെങ്കിലും ചർച്ച ചെയ്തു. അല്ല, കണ്ടു, ഒരു ചർച്ച അവിടെ നടത്തിയിട്ടില്ല. അല്ലല്ല, അതിന്റെ നേരത്തെ നമ്മളെ വിളിച്ചിട്ടില്ല, ചർച്ച ചെയ്തിട്ടുമില്ല. അല്ല, ഘടകകക്ഷി ആവണ കാര്യമല്ല നമ്മൾ ചോദിച്ചത്. ഞാൻ ഈ പ്രൈസ് ബുക്ക് കൊടുത്തതിന്റെ ഇതിൽ മുന്നണിയിൽ പ്രശ്നങ്ങളെ നിങ്ങൾ അതിൽ തന്നെ നിൽക്കുന്ന ഉറച്ച്, നിങ്ങൾക്ക് പ്രശ്നങ്ങളില്ലേ, നിങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പണ്ടത്തെ പോലെ നമ്മളോട് നിൽക്കാമോ എന്നുള്ള ചർച്ചയൊക്കെ നടത്തിയിട്ടുണ്ട്. അത് ഇന്നലെ പറഞ്ഞല്ലോ ഞാനോ? ഇല്ല, അത് നമ്മളെ പാർട്ടി കമ്മിറ്റി വിളിക്കേണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. പാർട്ടി കമ്മിറ്റിയാണ് ഇന്ന് വിളിച്ചത്.